അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മൾട്ടിനാഷണൽ കമ്പനികളുടെ ബൈ പ്രോഡക്റ്റ് ആണ്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ബൈ പ്രോഡക്റ്റ് ആണ് പ്ലാസ്റ്റിക്. മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ഈ വേസ്റ്റ് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുത്തിയേ പറ്റൂ. അവരുടെ പലതരത്തിലുള്ള ഇടപെടലുകളാണ്, ഗവൺമെന്റിലുള്ള അവരുടെ കൈകടത്തലുകളാണ് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകൾ നിരോധിക്കാതിരിക്കാനുള്ള ഒരു കാരണം. നമ്മുടെ സാമ്പത്തിക ലാഭത്തിന്റെയും നമ്മുടെ സമയലാഭത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ട് കൈയും നീട്ടി ഇത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് മൾട്ടിനാഷണൽ കമ്പനികൾക്ക് തുണയാകുന്നത്. നമുക്ക് ഇതിനെതിരെ പ്രതികരിക്കാൻ പറ്റും. എങ്ങനെ പ്രതികരിക്കാം? അതായത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ഈ പ്ലാസ്റ്റിക് ബാഗുകൾ നമുക്ക് വീടുകളിൽ കൊണ്ടുവന്ന് കഴുകി ഉപയോഗിക്കാം. അങ്ങനെ വേണ്ടെന്ന് വെച്ചാൽ കടക്കാർ തരുന്ന ഫ്രീ ആയിട്ടുള്ള ഈ മൈക്രോൺ കുറഞ്ഞ പ്ലാസ്റ്റിക് ബാഗുകൾ നമുക്ക് വേണ്ടെന്ന് വെക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഏതൊരു സാധനം ഒരു പലഹാരം മേടിക്കണേ തന്നെ അത് പ്ലാസ്റ്റിക് കുറയില തരണേ. എന്തിന് വെളിച്ചെണ്ണ വരെ പ്ലാസ്റ്റിക് കുറയിലാണ് ഒഴിച്ചേ. അങ്ങനെ വേണ്ടെന്ന് നോക്കണേ. അത് തന്നെയല്ലേ സാറ് പറയണ, അത് ശ്രദ്ധിച്ച് കേൾക്കണമായിരുന്നു. സാധനങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ട് വെളിച്ചെണ്ണ ഒക്കെ പൊട്ടിച്ചിട്ട് നമ്മുടെ സഞ്ചിയിൽ പോയിക്കാൻ പറ്റുമോ? ഈ പ്ലാസ്റ്റിക് കവറിൽ കിട്ടുന്നതൊക്കെ നമ്മൾ മുറിച്ചിട്ട് നമ്മുടെ ബാഗിൽ ഇടുക, എന്നിട്ട് ആ കവർ അവിടെ ഉപേക്ഷിച്ചിട്ട് പോരും. അപ്പൊ പ്രശ്നം തന്നില്ലേ? വെളിച്ചെണ്ണ ബാഗിൽ വെക്കേ. വെളിച്ചെണ്ണ നമ്മൾ കുപ്പി കൊണ്ടുപോകണം, എന്നിട്ട് കുപ്പിയിൽ ഒഴിച്ചു തരാൻ പറയണം. അപ്പൊ ഈ കടക്കാരൻ പൊട്ടിച്ചൊഴിച്ചുള്ള പ്ലാസ്റ്റിക് കവർ എന്താ ചെയ്യാ? അത് കടക്കാരനെ എവിടെ നശിപ്പിക്കാൻ വഴിയില്ലാണ്ട് വരുമ്പോ അത് കംപ്ലൈന്റ് ചെയ്യും. അപ്പൊ പണ്ടത്തെ പോലെ ടിന്നിൽ എണ്ണ വരും. അങ്ങനെ നമ്മൾ സഹകരിച്ചാലാണ് ഇതൊക്കെ ഇല്ലാണ്ടാവുക. സുഖദേട്ട, ഞങ്ങൾ വീട്ടമ്മമാരെ സംബന്ധിച്ച് ഈ മഞ്ഞപ്പൊടിയുടെ കവർ, മുളക് പൊടിയുടെ കവർ ഒന്നും അല്ല പ്രശ്നം. നാട് നീളെ ഇവിടെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അതല്ല ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ ഉമ്മർത്ത് വന്ന് കിടക്കണം. എന്താ നിങ്ങളുടെ മുന്നിൽ മാത്രം കൊണ്ടുവന്നിടാൻ കാരണം? ബ്രസീലിന്റെ വലിയ ആളാണല്ലോ എന്റെ കെട്ടിയാൽ. 100 കണക്കിന് ഫ്ലെക്സാ കെട്ടി വെച്ചത്. അതൊന്നും കഴിച്ചു കൊടുന്നില്ല. നാട്ടുകാർ പ്രതികരിക്കും, ഇങ്ങനെ പ്രതികരിക്കണം. അതെന്ത് വർത്താനം സുഖേട്ടാ പറയണ? നിങ്ങളുടെ മോള് +2 പാസ്സായപ്പോ ഈ പഞ്ചായത്ത് മുഴുവൻ ഫ്ലെക്സ് കെട്ടി വെച്ച നിങ്ങളല്ലേ? അന്ന് ഈ ഉഷ്ണമൊന്നും കണ്ടില്ലല്ലോ. അത് നമ്മുടെ ഇന്ത്യയിലെ പഠിച്ചു പാസ്സായ ഒരു കുട്ടീനെ അനുമോദിക്കാൻ വേണ്ടി ചെയ്തത്. താൻ ചെയ്ത് അങ്ങനെയല്ലോ. ഏതോ നാട്ടിലെ കളിക്കുന്ന ആൾക്കാരുടെ ഫ്ലെക്സ് അല്ലേ നാട് മുഴുവൻ കൊടുത്തു വെച്ചത്? ഏതോ നാട്ടിലാ? അത് നമ്മുടെ കുട്ടികൾ കളിച്ച് വളർന്ന് അവര് നാളെ വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടിട്ടാണ്. അത് നമ്മുടെ കുട്ടികൾ കളിക്കുമ്പോ ചെയ്താൽ മതി. ഈ കോയ ഒറ്റ ഒരുത്തനാണ് അത് മുഴുവൻ എന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ്. ഈ ചങ്ങായി എന്താ ഒട്ടാനും പിടിച്ചാൽ ഇന്ത്യ അർജന്റീന എത്ര ഫ്ലെക്സ് താൻ കെട്ടിക്കൂട്ടി എന്ത്? ഞങ്ങൾ കുറച്ച് അതെ, നിങ്ങൾ ഈ പരിസ്ഥിതി പ്രവർത്തകരുടെ മേലിൽ കുതിര കയറാതെ പൊതുജനങ്ങള് സാറ് പറയുന്ന കാര്യങ്ങൾ ബോധത്തോടെ കേട്ട് മനസ്സിലാക്കാൻ നോക്ക്. മന്മോഹൻ ചേട്ടാ അങ്ങനെ പറയരുത്. കഴിഞ്ഞ തവണ നിങ്ങൾ ജില്ലാ സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോ നിങ്ങളുടെ ഫ്ലെക്സ് 100 കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനല്ല കൊണ്ടേ അടിച്ചത്. അയ്യോ, ആ ഫ്ലെക്സ് ഞാൻ വെച്ചല്ല, പാർട്ടിക്കാരടിച്ചു. സത്യം പാർട്ടിക്കാരായി. ഈ ചങ്ങായിക്ക് കഴിഞ്ഞ ഇലക്ഷൻ ആകെ കിട്ടിയത് 36 വോട്ടാണ്. അതിന് 360 ഫ്ലെക്സും വെച്ചിട്ടുണ്ടായി. ഒരു ഫ്ലെക്സിന് ഒരു വോട്ട് വെച്ച് കിട്ടിയിരുന്നെങ്കിൽ 360 വോട്ടിന് ജയിക്കായിരുന്നു.